ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ആർക്കും സംസാരിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. നമ്മുടെ ഉപ്പും മുളക് ലൈറ്റ് ആ ചാനലിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് കുറേ പേര് നമ്മളോട് കമൻ്റ് ഇടും, അതായത് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് വിറ്റാണ് നിങ്ങൾ ജീവിക്കുന്നത്, എന്തിനാണ് അവരുടെ ലൈഫിൽ പോയി ഇടപെടുന്നത്. ശരിയാണ്, അവരൊരു ഫാമിലി വ്ളോഗേഴ്സാണ്. അപ്പോൾ അവർ നല്ല നല്ല കാര്യങ്ങളും നല്ല നിമിഷങ്ങളും ഇപ്പം അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്താൽ കുഴപ്പമില്ല. ഇതൊരു സമൂഹത്തിനെ അവഹേളിക്കുക തന്നെ ചെയ്യുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ വീട്ടിൽ നടന്നൊരു ഈ പ്രൈവറ്റായിട്ട് വെക്കേണ്ട ഒരു കാര്യം പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് സംസാരിച്ചിട്ട് ലാസ്റ്റിൽ എല്ലാവരും ഒന്നടങ്ങി ആ മാതാപിതാക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത്, കാരണം ഒരു മാതാപിതാക്കളെ പറ്റി അവരനുഭവിക്കുന്ന വേദനയെപ്പറ്റി പ്രതികരിച്ച് ഈ റിയാക്ട് ചെയ്തവർക്ക് വരെ ലാസ്റ്റ് വിഷമമായി അവരുടെ സങ്കടം കണ്ടിട്ട്. അങ്ങനെ ആ ടോപ്പിക്ക് നിർത്തലാക്കാമെന്ന് വിചാരിച്ച് പക്ഷെ അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ, മറ്റുള്ള എല്ലാ റിയാക്ട് ചെയ്യുന്ന വ്ളോഗേഴ്സിനെയും വിളിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ്. കാരണം അമ്മ, അച്ഛൻ, മക്കളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അവരുടെ കുറ്റം തന്നെ മറ്റുള്ളവരോട് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം അവരുടെ മകൾ ഒളിച്ചോടിപ്പോയി. അപ്പോൾ അവർക്കിഷ്ടമുള്ള അവർ തന്നെ നടത്തി കൊടുത്ത ഒരു എൻഗേജ്മെൻറ്റ് അവർ തന്നെ കണ്ടുപിടിച്ചൊരു പയ്യനാണ്. അവർ തമ്മിൽ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, ചിലർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര കുറ്റം എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ കുട്ടിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, ആ കുട്ടി ഇനി ഒളിച്ചോടിപ്പോയെങ്കിൽ പോട്ടെ, കാരണം ഇനി കല്യാണം നടത്തി കൊടുക്കത്തില്ലെന്ന് പേടിച്ചിട്ടായിരിക്കും ഒളിച്ചോടിപ്പോയത്. അപ്പോൾ അത് എത്രയെന്ന് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അവർ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ നമ്മൾ എത്ര അന്വേഷിച്ചാലും ചിലരെയൊന്നും സത്യാവസ്ഥ ആർക്കും മനസ്സിലാകണമെന്നില്ല. ലാസ്റ്റിലെല്ലാം കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരുടെ സ്വഭാവം പുറത്തു വരുന്നത്. ഇപ്പം അങ്ങനെ കല്യാണം നടത്താനിരുന്നപ്പോഴായിരിക്കും ആ പയ്യൻ്റെ അമ്മ പറയുന്നത് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് പറയുന്നു, പയ്യനിങ്ങനെ വേറെ പെണ്ണുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ചാറ്റും കാര്യങ്ങളും അവർ കണ്ടു. അപ്പോൾ അതുകൊണ്ട് മോളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മോള് പിന്തിരിഞ്ഞില്ല. അതൊരു അമ്മയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ 100% കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും കല്യാണത്തിൻ്റെ മുമ്പേ ഇങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇത് പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യം പബ്ലിക്കിൻ്റെ മുന്നിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് കുറ്റം. പക്ഷെ അവർ ചെയ്യുന്നത് ഒരു കുറ്റവുമില്ല. ഇപ്പം തന്നെ എല്ലാവരും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റീച്ചാകാൻ വേണ്ടി 100 പേരെ അറിയാൻ വേണ്ടി അങ്ങനെ ഇപ്പോൾ ഇവരൊരു വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റിൽ ഇവർക്ക് 1-2 ലക്ഷങ്ങളല്ല കിട്ടുന്നത്, ഒരുപാട് വ്യൂസ് കിട്ടും, സബ് കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു വരുമാനം തന്നെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അവരുടെ 3 പേരുടെയും ചാനലും എന്തോ ചെയ്യും, നല്ല ലെവലിൽ പോവുകയും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ ഇന്ന് എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വെളിയിൽ വരുന്ന ആൾക്കാരായിരിക്കും കുറച്ചുകൂടെ ഹിറ്റാകുന്നത് എന്നൊരു ബോധം ഉള്ളതും കൊണ്ടായിരിക്കും. ബോധമെന്ന് പറയാൻ മീൻസ് കാരണം അവർ അങ്ങനെയാണ് എല്ലാവരും കണ്ടെത്തിയേക്കുന്നത്. കാരണം നല്ലത് ചെയ്ത് ആരും മുന്നോട്ട് വരാനല്ല ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരാളെ കുറ്റം പറയുവാണെങ്കിൽ അവരിങ്ങനെ ട്രെൻഡിങ്ങിന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അവരുടെ വീഡിയോ കാണാത്തവർ പോയി പെട്ടെന്ന് ഇത് കാണും, ഇവിടെ എന്തുവാ സംഭവം. അപ്പോൾ അവർക്ക് വ്യൂസ് കിട്ടും, അതുപോലെ തന്നെ നല്ല വരുമാനം കിട്ടും. ഇതിനു വേണ്ടി ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ആ മാതാപിതാക്കൾക്ക് പറയാം, ഇതിവിടം കൊണ്ട് സ്റ്റോപ്പാക്കാം, നമ്മുടെ വീട്ടിലെ കാര്യം നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. ഇനിയും മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ചെറുക്കൻ കൊള്ളത്തില്ല, അല്ലെ മകളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കേസ് കൊടുക്കാമല്ലോ. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ സത്യാവസ്ഥ എന്താണെന്നറിയാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഇങ്ങനൊരു വാർത്ത കിട്ടിയാൽ എന്തൊക്കെ നടക്കാത്ത കാര്യങ്ങളും കൂടെ കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞ് അവർ റീച്ച് കൂട്ടാൻ അവരെന്തൊക്കെ വഴികൾ എടുക്കുന്നു. അതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട അത് മാതാപിതാക്കളാണ്. അല്ലെ മാതാപിതാക്കൾക്ക് പറയാമായിരുന്നല്ലോ, നിങ്ങൾ ഈ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തണം,
പൊന്നുവിനോട് പറയായിരുന്നല്ലോ, നീ ആ വീഡിയോ ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട, പ്രതികരിക്കേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാം, പോയോളൂ പോട്ട് എന്ന് അവർക്ക് പറയാമല്ലോ. അവർ വീണ്ടും വീണ്ടും ടോപ്പിക്ക് അന്ന് നടന്ന സംഭവം ഇതാ, ഞങ്ങൾ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവം ഇതാ. ഇപ്പം പൊന്നുമൊക്കെ പറയുന്ന കേട്ടാൽ, ആ പയ്യനെ പറ്റി പറയുന്ന കേട്ടാൽ തന്നെ നമുക്കൂടെ പേടി വരും. പിന്നെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലേറെ നമുക്ക് ടെൻഷനോ. പക്ഷെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അവരത് ഒതുക്കി തീർക്കാതെ പൊതുസമൂഹത്തിന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്തോ, അപ്പം ഞങ്ങൾ കൂടുതൽ റീച്ചാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ മാതാപിതാക്കളുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയി കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലുമുണ്ട് മാതാപിതാക്കൾ. അപ്പം അവർ മക്കളെ ഓർത്ത് കരയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ഒരിക്കലും മക്കൾ കാരണം നമ്മുടെ മാതാപിതാക്കൾ കരയല്ലെന്നാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. നല്ല മക്കളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അവരെ നമ്മൾ കണ്ടു. അപ്പം നമുക്കും വിഷമം, അവരുടെ സങ്കടത്തിൽ നമ്മളും ചേർന്ന് നമ്മളെല്ലാവരും ആ വീഡിയോസ് നിർത്തിയപ്പോഴാണ് അവർ വീണ്ടും കണ്ടൻറ്റ് എല്ലാവർക്കും ഇട്ട് കൊടുക്കുക, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് അവരുടെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റ്? ഇപ്പോൾ പൊന്നു പ്രതികരിക്കുന്നു, പിന്നെ കുഞ്ഞം പ്രതികരിക്കുന്നു, അങ്ങനെയാണ് അന്നത്തെ സംഭവം, ഇതാണ് എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു. പൊന്നു പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് നടന്നത്, ഞങ്ങൾ ആ പയ്യൻ്റെ വീട്ടിൽ പോയി ഞങ്ങളെ പൂട്ടിയിട്ടു, പിന്നെ ഞങ്ങൾ ഓർത്ത് കല്യാണം നടത്തി കൊടുക്കാം, ഇഷ്ടപ്പെട്ടതല്ലേ കല്യാണം നടത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വീഡിയോ, അതും 45 മിനിറ്റൊക്കെയുള്ള വീഡിയോസാണ് അവരിടുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഇൻകവും കിട്ടും, റീച്ചും കിട്ടും, വ്യൂസും കിട്ടും. അതിനു വേണ്ടിയല്ലേ അവർ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല, നമ്മളങ്ങ് ചിന്തിച്ച് പോകുന്നതാണ്. അവർ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഇപ്പോൾ കഴിഞ്ഞ ഒരിടയ്ക്ക് ഷാജിയുടെ ആയിരുന്നു, കുറേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, ഇങ്ങനെ പ്രശ്നം ഇട്ടിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതാ വരുന്ന അടുത്ത പ്രശ്നം, നിങ്ങളെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിലെല്ലാം ഉപരി എനിക്ക് മനസ്സിലായ വേറൊരു ഇതാണ്. നമ്മൾ പ്രവീൺ പ്രണവ് ഒരു പ്രശ്നം ഉണ്ടായി, അവരുടെ ഫാമിലിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അവരത് പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് അവർ ആ വീഡിയോ രണ്ടും റിമൂവ് ചെയ്യുകയെങ്ങാണ്ട് ഉണ്ടായി. എന്നിട്ട് ലാസ്റ്റിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം ഞങ്ങൾ അത് ഒതുക്കി തീർത്തോളാം, ഇനി ആരും അതിൽ ഇടപെട്ട് ഞങ്ങളെ വേറൊരു ലെവലാക്കല്ലെന്ന് ലാസ്റ്റിലൊരു മെസ്സേജ് ഇട്ട്, അത് ഒരു പോസ്റ്റ് ഇട്ടിട്ട് പ്രവീൺ പിന്നെ അതിനെതിരെ ഒന്നും പ്രതികരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ അവർ ഹാപ്പി ആയിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെന്തോ വീണ്ടും ഇട്ട് കൊടുക്കുക, എൻ്റെ മകൾ എന്നോട് ഇതാ ചെയ്തത്. ഇവരെന്തിനാ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വിളിച്ച് സത്യാവസ്ഥ പറയാനിരിക്കുന്നത്? ഇവർക്ക് ആ വീഡിയോ അങ്ങ് നിർത്തിയാൽ പോരെ? ഇവർക്ക് പിന്നെ അതായത് ഈ സംസാരം നിർത്തിയിട്ട് ഇവർക്ക് എന്താണ് ഇനിയുള്ള കണ്ടൻറ്റ്? ഇവരെന്തായാലും വ്ളോഗേഴ്സാണല്ലോ. പുതിയ വീഡിയോസും അവരുടെ വീട്ടിൽ നടക്കുന്ന നല്ല വിശേഷങ്ങളും അല്ലെ ഡേ ഇൻ മൈ ലൈഫും അതൊക്കെ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാമല്ലോ. എന്തിനാ ഒരു പ്രശ്നം പിന്നെയും ഇതാണ് അവിടെ സംഭവിച്ചത്, ഇതാണ് ഇങ്ങനെ നടന്നത്, ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് ഇവരെന്തിനാണ് പറയുന്നത്? ഇവരല്ലേ അപ്പം മറ്റുള്ളവർക്ക് കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞത് ആരുടെ ഭാഗത്താണ് തെറ്റ്? അപ്പോഴല്ലേ നമ്മൾ ചിന്തിച്ച് പോകുന്നത് ഇവർ കണ്ടൻറ്റിന് വേണ്ടിയാണ്, ഇവരൊന്ന് ഫേമസ് ആകാൻ വേണ്ടിയാണ് വീണ്ടും ഇവർ ഈ പ്രശ്നവുമായിട്ട് വരുന്നത് എന്ന് ചിന്തിച്ചുകൂടെ? അതാണ് ഇതിൻ്റെ കറക്റ്റും പറഞ്ഞാലുള്ള ശരിയായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ ഈ കമൻറ്റ് ഇടുന്നവർ പറയും, നിങ്ങൾ അവരുടെ കണ്ടൻറ്റ് വിറ്റല്ലേ ജീവിക്കുന്നതെന്ന്. അവരപ്പോൾ ഇങ്ങനൊരു പ്രശ്നം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ടല്ലേ മറ്റുള്ളവർ ഇതെടുത്ത് പ്രതികരിക്കുന്നത്. അതേസമയം അവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നം അത് ഒതുക്കി തീർത്ത്, അല്ലെ ഇനി പൊന്നു ഒളിച്ചോടിപ്പോയി, ഇനി വ്ളോഗൊക്കെ ചെയ്യുന്നവരാകുമ്പം ഈ പലരും അത് പല മാധ്യമങ്ങളും ഇവരെ പുറകിൽ കാണുമല്ലോ. അപ്പോൾ ഇവർ ഒരു FBയിലാണെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ അതെടുത്ത് പല രീതിയിൽ പറയാൻ പല മാധ്യമങ്ങളും എല്ലാം കാണും. അപ്പം അങ്ങനെ ഇനിയും കണ്ടിട്ട് അല്ലേ എൻ്റെ മകൾ ഒളിച്ചോടിപ്പോയി, ശരിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല, ഞങ്ങൾക്ക് ആ കല്യാണത്തിനോട് താല്പര്യമില്ല, ഇനി ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ താല്പര്യമില്ല, അവൾ നന്നായിട്ട് ജീവിക്കട്ടെ, എൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞ് ഇവർക്ക് നിർത്താമായിരുന്നു. ഇവർ വീണ്ടും അവിടെ നടന്നത് ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്,
എന്താ അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്, ആ പയ്യന് പല ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ഇവർ തന്നെ വന്നിരുന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഇവരെല്ലാം ഒന്നാവും, ഈ പറഞ്ഞവരെല്ലാം മണ്ടരുമാവും. അപ്പോൾ അതും കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം പൊതുസമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവരെന്തെങ്കിലും അവർക്ക് തോന്നുന്നതെല്ലാം അവർ വിളിച്ചു പറഞ്ഞിട്ട് അതും ഉൾക്കൊള്ളാനുള്ള ശക്തി നിങ്ങൾക്കും വേണം. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്വന്തം വീട്ടിലെ കാര്യം അത് ഒതുക്കി തീർക്കേണ്ടതാണെങ്കിൽ അത് ഒതുക്കി തീർക്കുക. എന്തായാലും ആ കുട്ടി ഒളിച്ചോടിപ്പോയി, അത് നന്നായിട്ട് ജീവിക്കട്ടെ. ഇനി പല ബന്ധമുള്ള പയ്യനാണെങ്കിലും ചിലപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ ജീവിക്കുമായിരിക്കും. അപ്പം മകളല്ലേ, ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ജീവിതം ഇനി നല്ലതാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും 3 പേരും, അതും ഒരു വീഡിയോ അല്ല വരുന്നത്, 3 പേരും അടുപ്പിച്ച് വീഡിയോസ് ഓരോ മണിക്കൂർ ഇടവിട്ട് വീഡിയോസ് ഓരോ മണിക്കൂർ അത് ഗ്യാപ്പിൽ 3 പേരും വീഡിയോസ് ഇടുന്നു. ഡെയിലി ഒരു വീഡിയോസ് ആണെങ്കിലും ഇപ്പോൾ ഉപ്പുമുളക് ലൈറ്റിൽ അമ്മയും അച്ഛനും ഒരു വീഡിയോ ഇടുന്നു, അത് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പം പൊന്നു വീഡിയോ ഇടുന്നു, അത് കഴിയുമ്പോൾ നന്ദന വീഡിയോ ഇടുന്നു. ഇങ്ങനെയാണ് അവരിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ കാര്യം മറ്റുള്ളവരോടെല്ലാം വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവരത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് നാണക്കേട്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പലതും പറയും, കാരണം അവർക്ക് എന്താണെന്ന് അറിയത്തില്ലെന്നല്ല, അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും പറയാൻ കാണും. അപ്പോൾ നിങ്ങൾ തന്നെ കൊടുത്തിട്ടില്ലേ അവർ